ഹായ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർമോസ് ഒരു തുടർക്കഥ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ എല്ലാം ശ്രദ്ധ വീണ്ടും പിടിച്ചു പറ്റിക്കൊണ്ട് പുതിയ പുതിയ സംഭവ വികാസങ്ങളുമായി ഹോർമോസിലെ കഥ തുടരുകയാണ്. അമേരിക്ക പ്രപ്പോസ് ചെയ്ത 14 പോയിന്റ് MOU ഇറാൻ റിവ്യൂ ചെയ്യുകയും ഇറാനിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ സീസ്ഫയർ ഒരു പെർമനന്റ് സീസ്ഫയറായി മാറുകയും യുദ്ധം എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ് എന്നുമാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. പിന്നെ ഈ പ്രഖ്യാപനം കേട്ട് സമാധാനമായി കിടന്നുറങ്ങിയ നമ്മൾക്ക് ഇന്ന് കാലത്ത് ഹോർമോസിൽ വലിയ വലിയ എക്സ്പ്ലോഷൻസ് ആണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇന്ന് കാലത്ത് ഇറാൻ അമേരിക്കയുടെ 3 പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയുണ്ടായി. ആദ്യം അമേരിക്ക ഇറാന്റെ ഒരു ഓയിൽ ടാങ്കർ, ഹോർമോസിലേക്ക് പോവുകയായിരുന്നു ഒരു ഓയിൽ ടാങ്കറിനെ ടാർഗറ്റ് ചെയ്യുകയും ഇതിന് പകരമായി ഇറാൻ അമേരിക്കയുടെ 3 പടക്കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും സ്മോൾ ബോട്ടുമായി അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് കാലത്തുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് ഡാമേജ് ഒന്നുമില്ല. കൂടാതെ പരസ്പരമുണ്ടായ ഈ വെടിവെപ്പ് യുദ്ധ സീസ് ഫയറിനെ ബാധിക്കില്ല എന്നുമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇതിനിടയിൽ നിങ്ങൾ വേറൊരു വാർത്ത കേട്ടിട്ടുണ്ടാകും, UAE ഒപ്പെക്കിൽ നിന്നും പിന്മാറി. എന്താണ് ഈ ഒപ്പെക്? UAE എന്തിനാണ് ഒപ്പെക്കിൽ നിന്നും പിന്മാറിയത്? 1960 രൂപം കണ്ട ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതാണ് ഒപ്പെക്. ഇതിലെ മെയിൻ കൺട്രീസ് സൗദി അറേബ്യ, കുവൈത്ത്, ഇറാൻ, ഇറാഖ്, വെനിസുല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തറും ഉണ്ടായിരുന്നു. 2019 ഖത്തർ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്താണ് ഈ ഒപ്പെക്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ പോളിസീസ് ആൻഡ് അഗ്രിമെന്റ്സ്. ഒപ്പെക്കിന്റെ മെയിൻ ഉദ്ദേശം വേൾഡിലെ ഓയിൽ പ്രൈസ് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. ഈ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സിന് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഓയിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം അധിക ഓയിൽ ഉൽപ്പാദനം മാർക്കറ്റിൽ കൂടുതൽ ഓയിൽ എത്തിക്കുകയും എണ്ണ വില കുറയുകയും ചെയ്യും. അതുകൊണ്ട് എണ്ണ വില എപ്പോഴും സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഓയിൽ മാത്രമേ ഇതിനുള്ള മെമ്പേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ അടുത്ത കാലത്ത് UAE ഓയിൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓയിൽ മേജേഴ്സായ സൗദി അറേബ്യ, റഷ്യ, USA പോലെ തന്നെ അത്രയും ക്വാണ്ടിറ്റി ഓയിൽ മാർക്കറ്റിൽ എത്തിക്കണം എന്നുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ വേറൊരു വാർത്ത കേട്ടിട്ടുണ്ടാകും. 2015 ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി പാരീസിൽ വെച്ച് നടത്തിയ ഒരു എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനും അതേപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഇല്ലാതാക്കാനും വേണ്ടി നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത്, അതായത് പെട്രോളിയം പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, പകരം റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് നമ്മൾ മാറുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ റോഡുകളിൽ ഇഷ്ടംപോലെ ഇലക്ട്രിക് കാറുകൾ കാണുന്നു. അതേപോലെ നമ്മൾ സോളാർ പവർ ഉപയോഗിക്കുന്നു, വിൻഡ് പവർ ഉപയോഗിക്കുന്നു. ഇതെല്ലാം 2050 2070 കാലഘട്ടമാകുമ്പോഴേക്കും പെട്രോളിയം ഉപയോഗിക്കുന്നത് മാക്സിമം കുറയ്ക്കാനുള്ള ഈ പാരീസ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ഒരു പ്ലാനാണ്. അതുകൊണ്ട് UAEക്ക് ഇപ്പോൾ ഓയിൽ ഡിമാൻഡ് മാക്സിമം ഉള്ളപ്പോൾ അവർക്ക് മാക്സിമം ഓയിൽ വിറ്റഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി. അതുകൊണ്ട് ഈ പാരീസ് എഗ്രിമെൻറ്റ് നിലവിൽ വരുന്നതിന് മുമ്പേ മാക്സിമം ഓയിൽ വിറ്റഴിച്ച് ആ പണം AI, ടൂറിസം, ലോജിസ്റ്റിക്സ്, ഫൈനാൻസ്, മെഗാ ഇൻഫ്രാസ്ട്രക്ചർ ഇതിലെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ദുബായിയെയും അബുദാബിയെയും വേൾഡിലെ നമ്പർ 1 ബിസിനസ് ഹബ്ബാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി UAEക്കുണ്ട്. താങ്ക് യു.